എല്ലാവർക്കും PSC ഇയേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. കേരള ചരിത്രം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യ യൂറോപ്യന്മാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതു മൂലമാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1604. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം 1663. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻഗോയുൻസ്. ഡച്ചുകാർ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത വർഷം 1663. പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം 1789. 1663 ഡച്ചുകാർ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചി, കൊല്ലം. ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയിലെ പ്രധാന പ്രദേശം കുളച്ചൽ. ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ച വർഷം 1753. ഡച്ചുകാരിൽ നിന്നും 1789 ധർമ്മരാജാവ് വിലയ്ക്കു വാങ്ങിയ കോട്ടകൾ കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട. ഫ്രഞ്ചുകാർ വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഇന്ത്യയിലെ പ്രധാന ഫ്രഞ്ച് താവളങ്ങൾ മാഹി, കാരയ്ക്കൽ, യാനം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. കേരളത്തിലെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം മാഹി. മാഹിയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കോട്ട നിർമ്മിച്ചത് 1724. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ്. കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ട്. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ഒരു വ്യാപാരശാല നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ്? രവിവർമ്മയുടെ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവച്ച വേണാട് രാജാവ് രാമവർമ്മ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാന പണ്ടകശാലകൾ വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീര ദേശാഭിമാനി പാലിയത്തച്ചൻ. ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ നഞ്ചപ്പയ്യ. തിരുവിതാംകൂറിൽ ആദ്യമായി ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിക്കുന്നത് ധർമ്മരാജയുടെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മക്കാളെ. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ. 1790 ബ്രിട്ടീഷുകാർ സെന്റ് ആഞ്ചലോ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മലബാറിലെ പ്രധാന സൈനിക കേന്ദ്രമാക്കി രൂപപ്പെടുത്തുകയും ചെയ്തു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി 1792
ശ്രീരംഗപട്ടണം സന്ധി. ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണമേഖലകളായി വിഭജിച്ച വർഷം 1793 മാർച്ച് 30. വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ചെർപ്പുളശ്ശേരിയുമായിരുന്നു. മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായ വർഷം 1800. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ വർഷം 1791. കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായ വർഷം 1800. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം 1795. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യരാജ്യമായി മാറിയ വർഷം 1805. മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിഖാൻ നൽകുകയും ചെയ്തു. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജന്റായി റസിഡന്റിനെ നിയമിച്ച വർഷം 1788. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ ജോൺ മൺറോ